വണ്ണം കൂടി വരിക, ഡ്രസ്സുകളൊന്നും കയറുന്നില്ല, വയറിൻ്റെ ഭാഗത്തൊക്കെ കൊഴുപ്പടിഞ്ഞു കൂടിയിട്ട് ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന ഒരവസ്ഥ. ഒരുപാട് ആളുകൾ ഈ ഒരു പ്രോബ്ലംസ് അല്ലെങ്കിൽ ഈ ഒരു ഇഷ്യൂസ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ ഡിസ്കഷൻ എന്ന് പറയുന്നത് വെയിറ്റ് ഗെയിനെ കുറിച്ചിട്ടാണ്. അല്ലെങ്കിൽ ശരീരഭാരം കൂടി വന്നു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും ശരീരഭാരം നിയന്ത്രിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട ബാലൻസ്ഡ് ഡയറ്റ് പ്ലാനും കൂടി ഒന്ന് നോക്കാം. ഹായ്, ഞാൻ ഡോക്ടർ ജൂഹി ദാസ്, QNB ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പതിക് ഫിസിഷ്യനാണ്. വെയിറ്റ് ഗെയിൻ എന്ന ബുദ്ധിമുട്ടുകൾ ഒരുപാട് ആളുകളെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഒബേസിറ്റി എന്ന കണ്ടീഷൻസ് എന്ന് പറയുമ്പോൾ എന്താ, നമ്മുടെ ഹൈറ്റിന് പ്രൊപ്പോർഷണൽ ആയിട്ട് ഒരു വെയിറ്റ് വരാതെ വരികയും എപ്പോഴും ഹൈറ്റിന് കൂടുതലായിട്ട്, ഇപ്പം ഉദാഹരണം പറയുവാണെങ്കിൽ നിങ്ങൾക്കൊരു 160 സെൻറ്റിമീറ്റർ നിങ്ങൾക്ക് ഒരു ഹൈറ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് ഇപ്പം ഒരു 80 kg ആണെങ്കിൽ ഒരു 20 kg വെയിറ്റ് എക്സസ് ആണ്. എപ്പോഴും ഹൈറ്റിന് പ്രൊപ്പോർഷണൽ ആയിട്ട് വെയിറ്റ് വരണം. ഒരു 60 kg ആണെങ്കിൽ നിങ്ങൾ വെയിറ്റ് 160 സെൻറ്റിമീറ്റർ നിങ്ങൾ ഒരു ഹൈറ്റ് കാണിക്കുകയാണെങ്കിൽ ഒരു 60 kg ആക്യുറേറ്റ് ആയിട്ട് നമ്മുടെ വെയിറ്റ് വന്നിരിക്കണം. ഇങ്ങനത്തെ ഒരു പ്രൊപ്പോർഷണാലിറ്റി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മുടെ ബോഡി മാസ് ഇൻഡെക്സ് എന്നുള്ള രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ ഈ ഒരു ഇക്വേഷൻസ് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻസ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ശരീരഭാരം കൂടി വരിക എന്ന് പറയുമ്പോൾ അത് പല ഫാക്ടേഴ്സും ഉണ്ട്. ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ് ആവാം, ലാക്ക് ഓഫ് എക്സസൈസ് കൊണ്ടായിരിക്കാം, അതേപോലെ തന്നെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ കൊണ്ടൊക്കെ ശരീരഭാരം കൂടി വരാം. ഹോർമോൺ ഫ്ലക്ച്വേഷൻസ് എന്ന് പറയുമ്പോൾ എസ്പെഷ്യലി തൈറോയ്ഡ് ഹോർമോൺസിൻ്റെ ഒക്കെ ഇംബാലൻസ്, ലൈക്ക് ഇപ്പോൾ ഹൈപ്പോ തൈറോയിഡിസം ഉണ്ടാവും, നമ്മുടെ മെറ്റബോളിസം സ്ലോ ആവും, അതല്ലെങ്കിൽ ബേസൽ മെറ്റബോളിക് റേറ്റ് സ്ലോ ആവുമ്പോൾ നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങളെല്ലാം ഊർജ്ജമാക്കാതെ അല്ലെങ്കിൽ അതിനെ ഒരു എനർജി കൺവേർഷൻ നടക്കാതെ ഫാറ്റ് സ്റ്റോറേജ് ആയിട്ട് അല്ലെങ്കിൽ ഫാറ്റ് ഡിപ്പോസിഷൻസിലേക്ക് ലീഡ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഹൈപ്പോ തൈറോയിഡിസം രോഗികൾക്കൊക്കെ വെയിറ്റ് ഗെയിൻ പ്രശ്നങ്ങൾ കാണിക്കുന്നത്. പിന്നെ അതിനോടൊപ്പം തന്നെ നിങ്ങൾക്കിപ്പോൾ PCOD, പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് അല്ലെങ്കിൽ സിൻഡ്രോം പോലത്തെ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അവിടെ ആൻഡ്രജൻ ഹോർമോൺസിൻ്റെ ഇംബാലൻസ് കാരണം ഈ പറഞ്ഞിട്ടുള്ള വെയിറ്റ് ഗെയിൻ അല്ലെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ ഭാഗമായിട്ട് വെയിറ്റ് ഗെയിൻ സംഭവിച്ചു എന്ന് വരാം. പിന്നെ നിങ്ങൾക്ക് പീരീഡ്സ് സ്റ്റോപ്പ് ആയിട്ടുള്ള അല്ലെങ്കിൽ മെനോപോസ് ആയിട്ടുള്ള സ്ത്രീകൾക്കൊക്കെ ആ ഒരു ഈസ്ട്രജൻ ഹോർമോൺസിൻ്റെ ഇംബാലൻസ് കാരണവും ഈ പറഞ്ഞിട്ടുള്ള വെയിറ്റ് ഗെയിൻ ക്രിയേറ്റ് ചെയ്യാം. ഇതൊക്കെ ഹോർമോൺ ഫ്ലക്ച്വേഷൻസിൻ്റെ ഭാഗമായിട്ടാണ്. ഇതല്ലാതെ നിങ്ങൾക്ക് വെയിറ്റ് ഗെയിൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഭക്ഷണം അമിതമായിട്ട് കഴിക്കുക, അല്ലെങ്കിൽ നിങ്ങളിപ്പം സമയത്തിന് ആഹാരം കഴിക്കുന്നില്ല, ഉള്ള ഭക്ഷണം കഴിക്കുന്നതാണെങ്കിൽ തന്നെ നല്ല കലോറി അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ രാത്രി കാലങ്ങളിലൊക്കെ കഴിക്കുന്ന ആളുകൾക്കൊക്കെയാണ് ഈ വെയിറ്റ് ഗെയിൻ പ്രശ്നങ്ങൾ കാണിക്കുന്നത്. പിന്നെ ഈ കഴിക്കുന്ന ആഹാരങ്ങൾ നമ്മൾ കലോറിഫൈ ചെയ്യുന്നില്ല അല്ലെങ്കിൽ ബേൺ ഔട്ട് ചെയ്യാതിരിക്കുമ്പോൾ, എക്സസൈസ് ഒന്നും ചെയ്യുന്നില്ല, വർക്കൗട്ടുകൾ ഒട്ടും തന്നെ ഇല്ലാത്ത അവസ്ഥകൾ വരുമ്പോൾ അത് പിന്നീട് വെയിറ്റ് ഗെയിനിലേക്ക് ലീഡ് ചെയ്യും. അമിതമായിട്ട് ഈ കലോറി അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുമ്പം ശരീരം എന്ത് ചെയ്യും, ആ കലോറീനെ പിന്നെയും ഒരു ഫാറ്റ് ആക്കി സ്റ്റോർ ചെയ്ത് വെക്കുകയും പിന്നീടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുകയും അത് ഒരു ഡിപ്പോസിഷൻസ് അല്ലെങ്കിൽ ഫാറ്റി ഡിപ്പോസിഷനിലേക്ക് ലീഡ് ചെയ്യും. അതിപ്പം ഒരു വയറിന് ചുറ്റുമാകുമ്പോൾ അതിനെ നമ്മൾ ബെല്ലി ഫാറ്റ് എന്ന കണ്ടീഷൻസ് പറയും. ഇതിപ്പോൾ ഓർഗൻസിന് ചുറ്റുമാകുമ്പോൾ അത് അവിടെ ഇൻഫ്ലമേഷൻസ് ക്രിയേറ്റ് ചെയ്യും, അതിന് ഫങ്ഷൻസിൽ തകരാറുണ്ടാക്കും. ഫാറ്റി ലിവർ, PCOD, യൂട്രൈൻ ഫൈബ്രോയിഡ് പോലത്തെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ഒബേസിറ്റി അല്ലെങ്കിൽ അമിതവണ്ണത്തിൻ്റെ തന്നെ നമ്മളൊരു രണ്ട് രീതിയിൽ പറയാം. അതിന് ഗൈനോയിഡ് ഒബേസിറ്റി ഉണ്ട്, ആൻഡ്രോയിഡ് ഒബേസിറ്റി ഉണ്ട്. ഗൈനോയിഡ് മീൻസ് സംതിങ് റിലേറ്റഡ് ടു ഫീമെയിൽസ് അല്ലെങ്കിൽ സ്ത്രീകളുടെ ശരീരവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഗൈനോയിഡ് ഒബേസിറ്റി. അതായത് സ്ത്രീകളുടെ ശരീരത്തിൻ്റെ എസ്പെഷ്യലി ലോവർ പാർട്ട് ഓഫ് ദ ബോഡിയിലേക്ക് ഫാറ്റ് കൂടുതലായിട്ടും ഡിപ്പോസിറ്റ് ചെയ്യുന്നു. ലൈക്ക് ഇപ്പം അബ്ഡമൻ പോർഷൻസ്, തൊടയുടെ ഭാഗത്തൊക്കെ ആയിട്ട് ഫാറ്റ് കൂടുതലായിട്ട് അടിഞ്ഞു കൂടിയിട്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പം തൈസിൻ്റെ ഭാഗത്തൊക്കെ ഈ പറഞ്ഞിട്ടുള്ള ഫാറ്റി ഡിപ്പോസിഷൻസ് ഉണ്ടാവും, തൊടകൾ ഒരഞ്ഞു പൊട്ടും, അവിടെ ഇൻഫെക്ഷൻസ് വരും, ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ ചാൻസസുകളുണ്ട്. അതാണ് ഈ ഗൈനോയിഡ് ഒബേസിറ്റി അല്ലെങ്കിൽ ഒരു ഫീമെയിൽ ബേസ്ഡ് ഒബേസിറ്റി എന്ന് പറയും. ആൻഡ്രോയിഡ് ഒബേസിറ്റി എന്താണ്, ഓപ്പോസിറ്റ്, അതായത് ഒരു മെയിൽ ബേസ്ഡ് ഒബേസിറ്റി അല്ലെങ്കിൽ പുരുഷന്മാർ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഒബേസിറ്റി അല്ലെങ്കിൽ അമിതവണ്ണം ആണ് ഈ പറഞ്ഞിട്ടുള്ള ആൻഡ്രോയിഡ് ഒബേസിറ്റി. അതിൻ്റെ ഫാറ്റി ഡിപ്പോസിഷൻസ് അവിടെ അപ്പർ പാർട്ട് ഓഫ് ദ ബോഡി, എസ്പെഷ്യലി ചെസ്റ്റിൻ്റെ ഭാഗത്ത്, വയറിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ട് അല്ലെങ്കിൽ കൈയിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ടാണ് കൂടുതൽ ഫാറ്റി ഡിപ്പോസിഷൻസ് ഉണ്ടാകുന്നത്. അത് കുറച്ചുകൂടി സിവിയർ അല്ലെങ്കിൽ ഡേഞ്ചറസ് കണ്ടീഷൻസ് ആണ്. ഇപ്പോൾ ചെസ്റ്റിൻ്റെ ഭാഗത്തൊക്കെ ഒരു ഫാറ്റി ഡിപ്പോസിഷൻസ് ഒക്കെ വരുമ്പം അവർക്ക് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി വരും, ഒരു കാർഡിയക് അറസ്റ്റ് പോലത്തെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യും. ഇപ്പോൾ വയറിൻ്റെ ഭാഗത്തൊക്കെ ആണെങ്കിൽ അവർക്ക് അവിടെയുള്ള ഓർഗൻസിന് പ്രഷർ വന്നിട്ട് ഓർഗൻ ഡാമേജ് അല്ലെങ്കിൽ ഓർഗൻ ഫെയിലിയറിലേക്ക് ലീഡ് ചെയ്യും. അപ്പോൾ ഇങ്ങനത്തെ രണ്ട് രീതിയിൽ നമുക്ക് ഒബേസിറ്റീനെ ക്ലാസിഫൈ ചെയ്യാം. യൂഷ്വലി ഈ ഒരു ഒബേസിറ്റി എന്ന് പറയുമ്പം എപ്പോഴും അതിൻ്റെ BMI അല്ലെങ്കിൽ ബോഡി മാസ് ഇൻഡെക്സ് 35 എബോവ് ആവുമ്പോഴാണ് അതൊരു പൊണ്ണത്തടി അല്ലെങ്കിൽ അമിതവണ്ണം എന്നുള്ള കാറ്റഗറിയിൽ ക്ലാസിഫൈ ചെയ്യുന്നത്. എപ്പോഴും BMI 25 റേഞ്ചസിൽ മാത്രമായിരിക്കണം, നമ്മൾ കൺട്രോൾഡ് ആയിരിക്കണം. BMI 18 ബിലോ ആണെങ്കിൽ നമ്മളൊരു അണ്ടർ വെയ്റ്റ് അല്ലെങ്കിൽ നമുക്ക് ഒട്ടും വെയിറ്റ് ഇല്ല,
അതിപ്പോൾ ഹൈറ്റിനനുസരിച്ചിട്ടുള്ളൊരു വെയിറ്റ് നമുക്കില്ല, അല്ലെങ്കിൽ നമ്മൾ ഒട്ടും ബോഡി തീരെ ഫങ്ഷനിങ് അല്ല എന്ന് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ വർക്കൗട്ട് ചെയ്യണം, ഡയറ്റ് പ്ലാൻ ചെയ്യണം എന്നൊക്കെ നമ്മൾ പല മീഡിയ പ്ലാറ്റ്ഫോംസിലും കാര്യങ്ങളിലും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ എപ്പോഴും ക്രമീകരിക്കേണ്ടത് ബാലൻസ്ഡ് ആയിട്ടുള്ള ആഹാരങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് കാർബോഹൈഡ്രേറ്റ്സ് കുറഞ്ഞിട്ടുള്ളതും കൂടുതൽ പ്രോട്ടീൻസും ഫൈബേഴ്സും നിറഞ്ഞിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുക. ഫൈബറിൻ്റെ ഘടകം എന്ന് പറയുന്നത് ശരീരത്തിലെ ഈ ഫാറ്റിനെ ബേൺ ചെയ്യാൻ, അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ഫാറ്റിനെ ബേൺ ചെയ്തിട്ട് അതിനെ ഒന്ന് മോഡിഫൈ ചെയ്തെടുക്കാനാണ് ഈ പറഞ്ഞിട്ടുള്ള ഫൈബേഴ്സ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഫൈബേഴ്സിൽ നിങ്ങൾക്ക് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ധാരാളം കഴിക്കാം. ഫ്രൂട്ട്സിൽ ഇപ്പം ഫൈബർ കണ്ടന്റ് കൂടിയെന്ന് പറഞ്ഞാൽ ആപ്പിൾ കഴിക്കാവുന്നതാണ്, പൈനാപ്പിൾ, പപ്പായ, അതേപോലെ തന്നെ പേരക്ക. ഇതിൽ അത്യാവശ്യം ഫൈബർ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഗ്ലൈസമിക് ഇൻഡെക്സ് കമ്പാരിറ്റീവ്ലി കുറവാണ്. അപ്പോൾ വെയിറ്റ് ഗെയിൻ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അതേപോലെ അപ്പറ്റൈറ്റ് കൺട്രോൾ ചെയ്യാൻ, വിശപ്പ് കൺട്രോൾ ചെയ്യാൻ ഹെൽപ്ഫുൾ ആണ്. ഇപ്പോൾ പച്ചക്കറികളൊക്കെ ആണെങ്കിൽ നന്നായിട്ട് ഇലക്കറികൾ കഴിക്കുക. അത് ഇപ്പോൾ ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യും. പിന്നെ വെയിറ്റ് കുറയ്ക്കാനും ഹെൽപ്ഫുൾ ആണ്. പിന്നെ അതോടെ ശരീരത്തിൽ എന്തെങ്കിലും ന്യൂട്രിയൻ ഡെഫിഷ്യൻസീസ് ഒക്കെ ഉണ്ടെങ്കിലും അതും കൺട്രോൾ ചെയ്യാൻ ഈ പറഞ്ഞിട്ടുള്ള ഇലക്കറികൾ സഹായിക്കുന്നതാണ്. അതിനോടൊപ്പം തന്നെ നിങ്ങൾ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുക. അത് നമ്മുടെ മസിൽ ബിൽഡപ്പ് ചെയ്യാനും അതേപോലെ തന്നെ മെറ്റബോളിസം ബൂസ്റ്റപ്പ് ചെയ്യാനും ഒക്കെ ഹെൽപ്ഫുൾ ആണ്. ഇപ്പം മസിൽ വേസ്റ്റിംഗ് പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ കൂടുതലായിട്ടും മസിൽസിൻ്റെ വീക്ക്നെസ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോട്ടീൻസ് സഹായിക്കുന്നതാണ്. ഇപ്പോൾ വണ്ണം കൂടി എന്ന് കരുതിയിട്ട് നിങ്ങൾ എഗ്ഗ് ഒഴിവാക്കി, അല്ലെങ്കിൽ ഫിഷ് ഒഴിവാക്കി, ചിക്കൻ ഒഴിവാക്കി കാര്യങ്ങളൊക്കെ കേൾക്കാറുണ്ട്. അതൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊരു എനർജി ലോസ് സംഭവിക്കുകയും നമുക്കൊരു കൊളാപ്സ് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ പ്രോട്ടീൻസ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുക. അതിൽ പയറുവർഗ്ഗങ്ങൾ കഴിക്കാം, മീൻ, മുട്ട കാര്യങ്ങൾ, ചിക്കനൊക്കെ ബ്രസ്റ്റ് പീസൊക്കെ കഴിക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഈ പറഞ്ഞിട്ടുള്ള ഹെൽത്തി ഫാറ്റ്സ് മീൻസ് നമ്മുടെ മസിൽ ഡെവലപ്മെൻറ്റ്സിനും എല്ലുകൾക്കും പേശികൾക്കും അതേപോലെ തന്നെ ജോയിൻസിനും ഒക്കെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ് ഈ പറഞ്ഞിട്ടുള്ള ഹെൽത്തി ഫാറ്റ്സുകൾ. അതിൽ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ്, അതിൽ നിങ്ങൾക്ക് ഈ നട്ട്സുകൾ, സീഡ്സുകൾ കഴിക്കാം. എസ്പെഷ്യലി വാൽനട്ട്സ്, ആൽമണ്ട്, പംകിൻ സീഡ്സ്, സെസമി സീഡ്സ് ഒക്കെ ഡെയിലി കഴിക്കാവുന്നതാണ്. ഇങ്ങനത്തെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ബാലൻസ്ഡ് പാറ്റേൺസിലായിരിക്കണം നിങ്ങളെ ഭക്ഷണങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. ഇനി ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നിങ്ങൾക്ക് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ സാലഡുകൾ കഴിക്കാം. അതിൽ നിങ്ങൾക്ക് വെജിറ്റബിൾസോ അല്ലെങ്കിൽ ഫ്രൂട്ട്സിൻ്റെയൊക്കെ സാലഡ് കോമ്പിനേഷൻസ് കഴിക്കാം. ചിക്കനൊക്കെ കഴിക്കുവാണെങ്കിൽ മാക്സിമം ഗ്രില്ല് ചെയ്തിട്ടോ അല്ലെങ്കിൽ സ്റ്റീം ചെയ്തിട്ടോ കഴിക്കാൻ ശ്രമിക്കുക. അതിനോടൊപ്പം തന്നെ നിങ്ങളിപ്പം എഗ്ഗൊക്കെ കഴിക്കുകയാണെങ്കിൽ നന്നായിട്ട് ബോയിൽ ചെയ്ത് കഴിക്കുക. ഫിഷ് കഴിക്കുമ്പോൾ ആയാലും നന്നായിട്ട് കറി വെച്ച് കഴിക്കുക. ഫ്രൈഡ് ഫോം ഒഴിവാക്കിയിട്ട് കൂടുതൽ സ്റ്റീംഡ് അല്ലെങ്കിൽ ബോയിൽഡ് ഫോമിൽ കഴിക്കാൻ ശ്രമിക്കുക. അതിനോടൊപ്പം തന്നെ നിങ്ങളിപ്പോൾ ഓയിലൊക്കെ പ്രിഫർ ചെയ്യുകയാണെങ്കിൽ ഒലിവ് ഓയിലോ കോക്കനട്ട് ഓയിലോ പ്രിഫർ ചെയ്യാൻ ശ്രമിക്കുക. ഓയിൽ നോട്ടീസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും അതിനെ റീഹീറ്റ് ചെയ്യരുത്, അല്ലെങ്കിൽ ഓവർ ഹീറ്റ് ചെയ്യരുത്. യൂഷ്വലി നമ്മൾ FSSAI അല്ലെങ്കിൽ ഫുഡ് സേഫ്റ്റി അസോസിയേഷൻസ് ഒക്കെ പറയുന്നത് നമ്മൾ വൺസ് ഇപ്പോൾ ഒരു ഓയിൽ കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ, അല്ലെങ്കിൽ ഒരു പാകം ചെയ്തിട്ടുള്ള ഓയിലൊക്കെ ആണെങ്കിൽ അതിനെ നമ്മൾ ഒന്നുകിൽ ബയോഡീസലായിട്ടോ അല്ലെങ്കിൽ സോപ്പൊക്കെ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു യൂണിറ്റിലേക്ക് അതിനെ ട്രാൻസ്ഫർ ചെയ്യണം എന്നൊക്കെ പറയാറുണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രോട്ടോകോൾ അങ്ങനെയാണ്. അപ്പം പിന്നെയും നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ആഹാരങ്ങൾ അല്ലെങ്കിൽ യൂസ് ചെയ്തിട്ടുള്ള ഓയിലുകളൊക്കെ ആണെങ്കിൽ അത് നമുക്ക് പിന്നെയും ഹെൽത്ത് ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യും. നമ്മൾ പിന്നെയും കുക്ക് ചെയ്തിട്ടുള്ള ഓയിൽസ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ട്രാൻസ് ഫാറ്റുകൾ ശരീരത്തിൽ എൻ്റർ ആയിട്ട് ഈ ബ്ലഡ് വെസൽസിലൊക്കെ പോയിട്ട് അതിനെ ഫാറ്റ് ഡിപ്പോസിറ്റ് ചെയ്തിട്ട് അത് കൊളസ്ട്രോൾ ടെൻഡൻസീസ് ഉണ്ടാക്കും. പിന്നെ ഹൃദ്രോഗത്തിൻ്റെ പ്രശ്നങ്ങൾ, സ്ട്രോക്കിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഇൻക്രീസ് ആവാനുള്ള ടെൻഡൻസീസുകൾ കൂടുതലാണ്. അപ്പോൾ ഓയിലൊക്കെ പ്രിഫർ ചെയ്യുമ്പോൾ മാക്സിമം ഫ്രഷ് ആയിട്ടുള്ള ഒലിവ് ഓയിലോ കോക്കനട്ട് ഓയിലോ പ്രിഫർ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ അതിനോടൊപ്പം തന്നെ കാർഡിയോ വർക്കൗട്ടുകൾ ഡെയിലി ചെയ്യുക. ഇൻ ബിറ്റ്വീൻ ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിങ്സ് യൂസ് ചെയ്യാവുന്നതാണ്. അത് ശരീരത്തിലെ ഫാറ്റ് മെറ്റബോളിസം നല്ല രീതിയിൽ ബേൺ ഔട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ മെറ്റബോളിസം കുറച്ചൊന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആണ്. ഒരു 24 hours നമ്മളൊരു 16:8 hours എന്നുള്ള രീതിയിൽ, അങ്ങനത്തെ രീതിയിൽ അതിനെ സ്പ്ലിറ്റ് ചെയ്യുക. 16 hours ഫാസ്റ്റിങ്ങും ദെൻ 8 hours നമ്മൾ ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ്, ഇങ്ങനെ രീതിയിലുള്ള ഒരു ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ഡീടോക്സിഫിക്കേഷൻ പ്രോസസ്സ് ഉണ്ടാവും. അതിൽ വിഷാംശങ്ങൾ പുറന്തള്ളപ്പെടുകയും ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ്, എക്സസൈസുകൾ, ഡയറ്റ് പ്ലാൻ, ഈ 3 കാര്യങ്ങളും കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് വെയിറ്റിൻ്റെ പ്രശ്നങ്ങളൊക്കെ കുറച്ച് കൊണ്ടുവരാവുന്നതാണ്. പിന്നെ നിങ്ങൾ എന്തെങ്കിലും ടാബ്ലറ്റ്സുകളൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടും വെയിറ്റ് ഗെയിൻ ഉണ്ടാവാം. അത് നിങ്ങൾ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറുടെ അണ്ടറിൽ മാത്രം അതിനെ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ ശ്രമിക്കുക. സോ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക്